മോചനം വന്നത് ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് വാരിക്കോളെന്നാണ് എനിക്ക് വന്നത്. പിന്നെയാണ് പെയിന്റിങ് കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്ന് വ്ളോഗായിട്ട് വന്നതാണ്. വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. കുറേ വണ്ടിയിലെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞത് വീണ്ടും ഇതേ വ്ളോഗ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സഫാരി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ വണ്ടി നമുക്കൊന്ന് കാണാം. നമ്മുടെ ഗ്യാരേജിലേക്ക് ഇത് ഫുൾ പെയിന്റിങ്ങിന് വേണ്ടി ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു. ഫുൾ പെയിന്റിങ് ചെയ്യണം, സീറ്റ് വർക്ക് ചെയ്യണം, ഫ്ലോർ മാറ്റ് ചെയ്യണം, ഡാമ്പിങ് ചെയ്യണം, അങ്ങനെ ഒരുപാട് വർക്കുകൾ ഉണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിക്ക്. 2012 രജിസ്ട്രേഷൻ, 15 12 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതിൻ്റെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. സാധാരണ ടാറ്റകളുടെ വാഹനങ്ങൾ റസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇത് അതേപോലെ തന്നെ ക്ലിയർ ചെയ്ത് കൊണ്ടുനടക്കുന്ന വണ്ടിയായിട്ട് എനിക്ക് തോന്നണത് കേട്ടോ. നമുക്കിതിൻ്റെ എൻജിൻ ക്യാബിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് 12 വാരിക്കോർ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഡൈക്കോർ തന്നെ ആയിരിക്കുള്ളൂ എൻജിൻ. വാരിക്കോർ എഞ്ചിനാണ്. ഇത് ടാറ്റയിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച എഞ്ചിനാണ് കേട്ടോ വാരിക്കോർ എഞ്ചിൻ. വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വാരിക്കോർ എഞ്ചിനുകൾക്ക് വരാറില്ല. അപ്പോൾ നമ്മുടെ ടാറ്റ ആയിരിക്കും ഉള്ള കാരണമാണ് എനിക്ക് ഈ ഒരു എഞ്ചിനോട് ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പോൾ ആ എഞ്ചിനാണ് ഇത്. ബാക്കിൽ ഇങ്ങനെ ഒരു സിംഗിൾ സീറ്റാണ് വരുന്നത്. സീറ്റ് വർക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. കരിമ്പൻ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നോർമൽ ആക്സിഡൻ്റ് ഒക്കെ പ്രോബ്ലം ഇതാണ്. അതുപോലെ കരിമ്പൻ ഇഷ്യൂസൊക്കെ വരും. വണ്ടി എനിക്ക് തോന്നുന്നത് അധികം യൂസ് ചെയ്യാറില്ലെന്ന് തോന്നുന്നുണ്ട് വണ്ടി കണ്ടിട്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം. സഫാരിയുടെ ഡൈക്കോർ എഞ്ചിൻ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ഓയിൽ ലീക്കേജിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഡീകംപ്രഷൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ ഒരു മോചനം വന്നത്, ആ ഒരു കംപ്ലൈൻറ്റുകൾ, ഓയിൽ ലീക്കേജ്, ടാറ്റ വണ്ടി എടുത്ത ഓയിൽ ലീക്കേജ് എന്നുള്ള ആ ഒരു മോചനം വന്നത് ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് വാരിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. കൊടുത്ത മാതിരി പോകും. അത്രയ്ക്കും പവർഫുൾ എഞ്ചിൻ എന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് പറയും. കാരണം ഈ ഒരു കാറ്റഗറിയിൽ ഇട്ടാണ്, നിങ്ങൾ വേറെ വണ്ടി വെച്ച് കമ്പയർ ചെയ്തിട്ട് ഈ ഒരു കാറ്റഗറിയിൽ ഇന്നോവ, സഫാരി, അതേപോലെ സ്കോർപിയോ, ആ ഒരു കാറ്റഗറിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഞ്ചിനാണ് ഈ ഒരു എഞ്ചിൻ. ഒരു ലാഗൊന്നുമില്ല, പെട്ടെന്ന് കൊടുത്താൽ തെറിച്ച് പൊക്കോളും. ഓക്കെ, ഇനിയിപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ വണ്ടിയുടെ എസ്റ്റിമേറ്റ് ഞാൻ കസ്റ്റമർക്ക് ഇപ്പോൾ ഇന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോൺ ചെയ്ത് പറഞ്ഞു കൊടുക്കും, കസ്റ്റമർ അപ്രൂവ് ചെയ്യും, കസ്റ്റമർ അഡ്വാൻസ് ആവശ്യപ്പെടും, വർക്ക് സ്റ്റാർട്ട് ചെയ്യും. വർക്ക് ഇപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് വണ്ടികൾ നമുക്ക് നിൽക്കുന്നുണ്ട് ഓൾറെഡി മുന്നേ വന്നിട്ടുള്ളത്. അപ്പോൾ ആ വണ്ടികളൊക്കെ തീർന്ന് ആ വണ്ടിയുടെ ഇടയിലാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അരുമ്പായി നാട്ടിലേക്ക് പോയേക്കാണ്. അവനിപ്പോൾ വരുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 20 ദിവസം കൂടി കഴിയും. പ്രശ്നമൊന്നുമില്ല, ബാക്കിയുള്ള വർക്കേഴ്സ് ഉണ്ട്. അരുമ്പായി ഉണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വൈകുന്നേരം ഓവർ ടൈം കുറേ ചെയ്തോളും. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ചാവി ഒറിജിനലാണോ എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ചാവി പൊട്ടിച്ച വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞൊരു 2 വണ്ടി നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നത് ഇമ്മൊബിലൈസർ ഇല്ല, ഡയറക്റ്റ് ചാവി ഏതൊക്കെയാണ്, അതായത് നമ്മളൊരു ചാവി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് അങ്ങനെ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സെയിം ECM കാര്യങ്ങളൊക്കെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതേപോലെ തന്നെ ECM കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാൻ ഇമ്മൊബിലൈസർ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടതൊന്നും നിങ്ങളെ അറിയിച്ചു തന്നെ കേട്ടോ. നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ പണി നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ചില വ്ളോഗുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് അവസ്ഥ, വൺ സൈഡ് ഉള്ളൂ. അപ്പോൾ തിരിച്ചു വരണമെങ്കിൽ കുറച്ച് ഇറങ്ങിയിട്ട് വരണം. ഇതിപ്പോൾ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക്, അതായത് നമ്മുടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിൽ വെള്ളാങ്കല്ലൂരിൽ നിന്നും ബ്ലോക്ക് ജംഗ്ഷൻ വരെ പോകുന്ന വഴിയാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ അവിടെയായിരുന്നു, കരുപ്പടന ആ സ്ഥലങ്ങളിലായിരുന്നു. പക്ഷെ അത് പണി തീർന്നു, കോൺക്രീറ്റൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ദേ വെള്ളാങ്കല്ലൂർ പണി നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കുന്ന സമയത്ത് റോഡ് പണി ഇപ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ഒരു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു കേൾക്കുമ്പോൾ തന്നെ ഒരു വിഷമമാവുന്ന ഒരു അപകടമായിരുന്നു. ഞാനത് വീഡിയോയിൽ പറയണതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് കാഷ്വലായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ. അത് കോൺക്രീറ്റ് മെഷീൻ ഉണ്ടല്ലോ, മിക്സ് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ,
അത് ഫുൾ മിക്സ് ചെയ്തിട്ടാണ് ട്രക്കിലേക്ക് നിറയ്ക്കുക. ഈ മിക്സ് ചെയ്യുന്ന ട്രക്കിലേക്ക് നിറയ്ക്കുക അതിൽ നിന്ന് അടിച്ചിട്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന മെഷീൻ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. എന്തെങ്കിലും ഇതുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങി. പക്ഷേ ഇറങ്ങിയിട്ട് ഈ സംഭവം ഇറങ്ങിയത് ആരും അറിഞ്ഞില്ല. ആളതിൻ്റെ ഉള്ളിലുള്ള കാര്യം ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഈ മെഷീൻ അങ്ങോട്ട് ഓൺ ചെയ്തപ്പോൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനായിട്ടുള്ള മണലും മെറ്റലും സാധനങ്ങളെല്ലാം വീണു, സിമെൻറ്റൊക്കെ വീണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ ഒരാളുണ്ടായെന്ന് അറിഞ്ഞത്. അപ്പോൾ അതൊരു നമ്മൾ കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ഷോക്ക് മാതിരിയായിരുന്നു. അത് ഇവിടെ നമ്മുടെ അടുത്തൊക്കെ ആയിട്ട് വരും ആ ഒരു കമ്പനി എന്ന് പറയുന്നത്. പക്ഷെ അത് അറിയാണ്ട് സംഭവിച്ചതാണ്. പക്ഷെ അതൊരു വൻ ദുരന്തമായിപ്പോയി. ശരി, പണി കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ ആംബുലൻസ് വരുന്നുണ്ട്. എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ വൺ സൈഡ് ഉള്ളു നമുക്ക്. വണ്ടിക്ക് കുറച്ച് സ്പീഡിൽ പോയി നോക്കാം. ഇവിടെ നിർത്തിയാൽ ബാക്കിയുള്ള വാഹനങ്ങൾ നിർത്താൻ പറ്റും. ഫ്രണ്ടിൽ പോണ നല്ലത്. ഒതുക്കിയിട്ടാണെങ്കിൽ ആംബുലൻസ് കയറി പോലെ വലിയ ആംബുലൻസാണ്. ഓ ഷിറ്റ്, ഇവിടെ നിൽക്കണം. ഫോൺ അടിക്കല്ലോ. തെണ്ടിത്തരം കാണിച്ചതൊക്കെയാ വണ്ടിക്കാരൻ. ആംബുലൻസിന്റെ പിന്നാലെ മുട്ടിച്ച് പിടയ്ക്കും. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഡോർ പാഡുകൾ ഞാൻ ഇപ്പോൾ വൈബ്രേഷൻ ചെക്ക് ചെയ്തു. കയ്യോ ആരോടത്ത് ഓടിച്ച് വൈബ്രേഷൻ നോർമലായിട്ട് റാറ്റ്ലിംഗ് നോയ്സ് ഡോർ പാഡിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഡാമേജ് ചെയ്താൽ നല്ലതാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോറൊന്നും ഇതൊന്നും ഡാമേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോർ പാഡുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. സീറ്റ് നോയ്സ് ഒന്നും ഇല്ല, അങ്ങനെ വേറെ ഇഷ്യൂസ് ഇല്ല. പക്ഷേ ഹമ്മിങ് നോയ്സ് അകത്തേക്ക് ഉണ്ട്. പക്ഷേ ഓൾറെഡി അത് ടാറ്റ വാഹനങ്ങൾക്ക് നോർമൽ ഹമ്മിങ് നോയ്സ് അകത്തേക്ക് വരാറുണ്ട്. ഓക്കെ, ഡോർ പാഡ് ഡാമേജ് ചെയ്ത കുറേയൊക്കെ നോയ്സുകൾ കുറേയൊക്കെ ചെയ്തിട്ടാം. ഞാൻ നിങ്ങളോട് ഹോൺ വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് നേരത്തെ. വണ്ടിയുടെ ഹോൺ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ വേറെ സെപ്പറേറ്റ് സ്വിച്ച്, ചില വാഹനങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് സ്വിച്ച് വയ്ക്കും ഹോണിന്, കമ്പനി ഹോൺ അല്ലെങ്കിൽ വേറൊരു ഔട്ട് സൈഡിൽ നിന്ന് ഫിറ്റ് ചെയ്ത ഹോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള കംപ്ലയിൻ്റാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ മീറ്റർ ബോക്സ് ചെക്ക് ചെയ്തു. മീറ്റർ ബോക്സ് ചെക്ക് ചെയ്യല്ല, ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എയർ ബാഗിൻ്റെ ലൈറ്റ് വന്നതാണ് കേട്ടോ. ഈ ഒരു എയർ ബാഗിൻ്റെ ലൈറ്റാണ് ഈ ഒരു ഹോൺ വർക്ക് ചെയ്യാത്തത് കേട്ടോ. ഈ ഒരു എയർ ബാഗിൻ്റെ ലൈറ്റ് വരാൻ കാരണം ഇതിനുള്ള എയർ ബാഗിൻ്റെ സപ്ലൈ ഇതിൽ നിന്ന് കട്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്പൈറൽ കേബിൾ എന്ന് പറഞ്ഞൊരു കേബിള് നമ്മുടെ ഒരു സ്റ്റീറിംഗ് വീലിൽ വരുന്നുണ്ട്. സ്പൈറൽ കേബിൾ കട്ടായിട്ടുണ്ടെങ്കിൽ എയർ ബാഗും വർക്ക് ചെയ്യില്ല, ഹോണും വർക്ക് ചെയ്യില്ല. രണ്ടിൻ്റെ വയറ് ജോയിൻ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ സ്പൈറൽ കേബിൾ. സ്റ്റീറിങ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്സാണ്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്സിൽ നിന്ന് വയറിങ് നമ്മുടെ ഈ ഒരു മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ റൊട്ടേറ്റ് ആയിട്ടുള്ള ഒരു വയറിംഗ് കിറ്റ് തന്നെ വേണം. അതിനെയാണ് സ്പൈറൽ കേബിൾ എന്ന് പറയുന്നത്. ആ കേബിൾ കട്ടായ കാരണമാണ് ഹോൺ വർക്ക് ചെയ്യാത്തത് കേട്ടോ. ആ കേബിൾ ചേഞ്ച് ചെയ്താൽ ഹോണും വർക്ക് ചെയ്യും. ആ എയർ ബാഗിൻ്റെ ആ ഒരു ലോഗ ചിഹ്നം, ആ ചിഹ്നം പോവുകയും ചെയ്യും. അപ്പോൾ എയർ ബാഗ് പിന്നീട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി ഒരു ആക്സിഡൻറ്റ് ആവണമെങ്കിൽ ഈ എയർ ബാഗ് പൊട്ടില്ല. ഈ എയർ ബാഗ് എന്നുള്ള രണ്ടും പൊട്ടില്ല. ഇപ്പോൾ ഡിസ്കണക്ട് ആയി കിടക്കുന്ന എയർ ബാഗ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ലൈറ്റ് തന്നെ വാങ്ങിയ ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളോട് അതും കൂടി ഒന്ന് അറിയിച്ചെന്നുള്ളൂ. നമ്മളപ്പോൾ പെയിൻറ്റ് പർച്ചേസ് ചെയ്യേണ്ട ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ടോ വണ്ടി? നല്ല വണ്ടിയാ, ഫുൾ പെയിൻ്റ് ഒന്നാവുന്ന സാധനം എടുക്കടാ. എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ യൂട്യൂബിൽ എന്നിട്ടല്ലേ ആളുകളാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റും സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു കേട്ടോ. സ്പേഡ് വൈറ്റും പിന്നെ ടിന്നർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വണ്ടിക്കുള്ള ടിന്നറും കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധനം വേഗം എടുത്തു റിട്ടേൺ പോയിട്ടിരിക്കുകയാണ്. എന്നൊരു വൈറ്റ് ഇന്നോവയ്ക്ക് ഡെലിവറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കസ്റ്റമർ എത്തിയിട്ടുണ്ടാവണം. 12 മണിക്ക് എത്തുന്ന പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സമയം 12 മണിക്ക് ആയിട്ടുണ്ട്. മിക്കവാറും
മിക്കവാറും എത്തിയിട്ടുണ്ടാവണം, അത് നോക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ സാധിക്കും, ഒരു മേജർ പാച്ചറൊക്കെ ഉള്ള വണ്ടി നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു എയർ ഫില്ലർ കംപ്ലൈൻ്റ് ആയിരുന്നു. എയർ ഫില്ലർ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ കട്ട് ചെയ്ത് വേറെ പീസ് നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. ഫുള്ളായിട്ട് തന്നെ നമ്മളത് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് മൊത്തത്തിൽ മാറി. അതേപോലെ മേജർ പാച്ചൊക്കെ വണ്ടിയായിരുന്നു. അതിൻ്റെ ഈ ഒരു ഡോറ് മാത്രം സെക്കൻഡ് ഹാൻഡ് നല്ല ക്വാളിറ്റിയുള്ള ഇതൊക്കെ കിട്ടാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഇത് നമുക്ക് അണ്ടർ ബോഡി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകണം. അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തതിന് ശേഷമാണ് പെയിൻറ്റിങ്ങിൻ്റെ പുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. കാരണം എത്രത്തോളം അതിൻ്റെ സീറ്റിങ് കാര്യങ്ങളൊക്കെ ബ്രാക്കറ്റൊന്നും കറക്റ്റായിരുന്നില്ല, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, അതായത് ബ്രേക്കിൻ്റെ ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വണ്ടി അണ്ടർ ബോഡി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഇതിലൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഓക്കെ. ഒരു വണ്ടി സിൽവർ ഇന്നോവ പറഞ്ഞത് ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ AC കണ്ടൻസർ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സർവീസിന് വേണ്ടി കൊടുത്തു. അപ്പോൾ അത് കാരണം ഈ വണ്ടി ഇന്ന് ഡെലിവറി ഇല്ല, നാളത്തേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അതേപോലെ എൻ്റെ വണ്ടി ഇവിടെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് വരും, അപ്പോൾ അതിൽ കാണാം നമുക്ക്. പിന്നെ നമ്മൾ ബൂത്തിലേക്ക് കയറാൻ ഒരു വണ്ടി ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റും സാധനങ്ങളെല്ലാം നമ്മുടെ ഗ്യാരേജിലേക്ക് കൊടുത്തു. ഞാൻ 2 മണി വരെ നമ്മുടെ കസ്റ്റമർ വെയിറ്റ് ചെയ്തു. നമ്മളെ വയനാട് കസ്റ്റമർ, വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വണ്ടിയായിരുന്നു കേട്ടോ. അതായത് ഈ ഒരു വണ്ടിയാണ് ഇന്ന് ഡെലിവറി ചെയ്യണം. ഈ ഒരു വണ്ടിയുടെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, കാരണം വയനാട്ടുകാരുടെ ഇതിലൊരു വീഡിയോ ചെയ്യാനായിട്ട് ആൾ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമേഴ്സിൻ്റെ രീതിയിൽ. അപ്പോൾ വയനാട് കസ്റ്റമറുടെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എറണാകുളത്തേക്ക് പോകണം. 2 വണ്ടിക്ക് സാധനങ്ങൾ എടുക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ എർട്ടിക പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അതിൻ്റെ ഫോഗ് ലാമ്പല്ല, അതിൻ്റെ കുറച്ച് ലൈറ്റ്സും സാധനങ്ങളും ഇതൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണം. നല്ല ചൂടാട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഈ വണ്ടി കുറച്ച് കാലത്ത് ഇവിടെ കൊണ്ടിട്ടതാ, ചുട്ടു പഴുക്കാന്നൊക്കെ പറയില്ല ആ അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ വണ്ടി എടുക്കുമ്പോൾ ഒന്ന് ഡോർ ഗ്ലാസ് തുറന്ന് അടയ്ക്കാൻ നല്ലതല്ല കേട്ടോ. ഒരു രക്ഷയില്ല, ചൂട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ എറണാകുളം, ഇവിടെ നിന്ന് നേരെ എറണാകുളം. അത് ഈ വണ്ടിയിലല്ല, വണ്ടി നമ്മൾ മാറ്റും. വണ്ടി കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുക്കാനുണ്ട് അവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ ഇരട്ടിയും കൊണ്ട് പോകണം. CarJJ V2-ലെത്തി. നമ്മുടെ അനിയനും വരുന്നുണ്ട്, അപ്പോൾ അനിയനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആര്യ ഇവിടുത്തെ പെയിൻറ്റിങ് കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്, ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല ഫുള്ളും. അതേപോലെ അത് ഈ ഒരു വണ്ടി പോകാൻ നിൽക്കുന്നതാണ്. ഡാഷ്ബോർഡ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കണ്ടോ, സീറ്റിന് മാച്ചായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് പണി വർക്കിംഗ് പ്രോഗ്രസ്സിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടികൾക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അറ്റേക്ക് എടുക്കണം. ഒരു 45 എന്നാണ് ഇന്നോവയ്ക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്, പിന്നെ ആരിക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെ എല്ലാ വണ്ടികൾക്കും സാധനങ്ങൾ എടുക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സാധനം പർച്ചേസ് ചെയ്യണം. അതേപോലെ തന്നെ സീറ്റ് നമ്മൾ വർക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സീറ്റിൻ്റെ അവിടെ പോയിട്ട് സ്റ്റീറിംഗ് വീല് കൊടുക്കാനുണ്ട്. പിന്നെ സീറ്റിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് എന്തായാലും ചെക്ക് ചെയ്യണം. നമ്മൾ അറ്റേക്കുള്ള സീറ്റിൻ്റെ കേസാണ് പറയണത്, അപ്പോൾ അതും നോക്കണം. എന്തായാലും സാധനങ്ങൾ വാങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ സീറ്റിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ആര്യയ്ക്കും അതേപോലെ തന്നെ എർട്ടിക്കും വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ബാക്കിലുണ്ട്. അതേപോലെ ഇന്നോവയ്ക്കും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നോവയുടെ നിങ്ങൾ ഡെയിലി കാണുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ റേറ്റ്, അതേപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ നാളത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. നാളെ ഇപ്പോൾ ഇതായിരിക്കും എന്തൊക്കെ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് എത്രയൊക്കെയാണ്, അപ്പോൾ എന്തൊക്കെ യൂസേജാണ് അതുകൊണ്ടുള്ളത് എന്നൊക്കെ ഉള്ള വ്ളോഗായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം 2-3 മണിക്കൂർ എടുത്തു ഫുള്ളായിട്ട് സാധനങ്ങൾ വാങ്ങാൻ. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ വ്ളോഗിൽ ബാക്കി കാരണം. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ചാനൽ സപ്പോർട്ട് ചെയ്തു. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.